സാന്നിധ്യം വളരെ അനുഗ്രഹകരമാണ് നിർവഹിക്കട്ടെ. ഇപ്പോൾ പഴയ വാരാണസിയിലുള്ള പുസ്തകത്തിലുള്ള ഭാഗം വായിക്കുന്നു. ദൈവാശ്രയത്തോടെ നിശ്ചയിക്കുമ്പോൾ സർവ്വ പരീക്ഷയ്ക്കും സ്വയം ഏൽപ്പിച്ചു കഴിഞ്ഞു. അതിനെ വിട്ടുകളയാതെ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ മാർഗങ്ങളിൽ നീ വിജ്ഞാനിയാകും. നിനക്ക് സംഭവിക്കുന്നതെല്ലാം സഹിക്കുക. രോഗത്തിലും ദാരിദ്ര്യത്തിലും സഹിഷ്ണുതയുണ്ടാകണം. ദൈവത്തിൽ വിശ്വസിക്കുക, താൻ നിന്റെ സഹായിയായിരിക്കും. തന്നിൽ ആശ്രയിക്കുക, താൻ നിന്റെ വഴികൾ നേരെയാക്കും. സ്വർണം അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെടുന്നു. മനുഷ്യൻ ദാരിദ്ര്യച്ചുള്ളിൽ പരിശോധിക്കപ്പെടുന്നു. കർത്തൃഭക്തന്മാർ അതിന്റെ ഭാഗ്യം പ്രത്യാശിച്ചു. താൻ അവരുടെ പ്രതിഫലത്തിന് കാലതാമസം വരുത്തുകയില്ല. കർത്തൃഭക്തന്മാർ നിത്യസന്തോഷത്തിനും രക്ഷയ്ക്കുമായി തന്റെ ഭാഗ്യം അനുഷ്ഠിച്ചു. നമുക്ക് മുമ്പുള്ളതിനെ അവർ ഗ്രഹിച്ചു. ആദ്യ തലമുറകളിലുള്ളതിനെ അവർ വേദന കണ്ടു. കർത്താവിൽ വിശ്വസിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ടവനാരുണ്ട്? തന്നിൽ ആശ്രയിച്ചിട്ട് ത്യജിക്കപ്പെട്ടവന്മാരുണ്ട്. തന്നെ പിടിച്ചിട്ട് ഉത്തരം കിട്ടാത്തവന്മാരുണ്ട്. കർത്താവ് സ്നേഹവാനും കാരുണ്യവാനുമാകുന്നു. സങ്കട സമയത്തെല്ലാം താൻ ശ്രദ്ധിച്ച രക്ഷ നൽകും. ദൈവിഷ്ട അനുവർത്തിയുടെ അപേക്ഷയെ താൻ കേൾക്കും. ബാർഭുമോ ഭൂമിശേഷം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസങ്ങൾ ഭയത്തോടെ കഴിപ്പീൻ. ബന്ധവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവരും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അധികാരത്തിന് വെളിപ്പെട്ടവരും ആകുന്നു. നിങ്ങളുടെ വിശ്വാസം പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർക്കാജമായ സഹോദര പ്രീതിക്കായി നിർദ്ദേശിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം കുറ്റ സ്നേഹിക്കുകയും കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നത്. സകല ജനവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പോലെയും മാറുന്നു. പുല്ലുവാടി പൂർന്നു പോയി കഥാകൃതത്തിന് മോഹനേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളുടെ പ്രസംഗിച്ച വചനം. ഭാവിയായി മാറുമോ
നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മാറിയിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ ഏൽപ്പിക്കും. ഈ ഭവനത്തും ദൈവകോപം അനുസരണങ്ങളുടെ മേൽ വരും. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നും വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവരുടെ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരല്ലോ. അവൻ ഇവൻ പാപികളെ കൈക്കൊണ്ട്
വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയതിന്റെ ആടിനെ കിട്ടിയതുകൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിക്കുന്നവരോട് പറയും. അങ്ങനെ തന്നെ മനസ്സാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മനസ്സാന്തരപ്പെടുന്ന ഒരു ഭാവിയല്ലേ സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ജന്മം ഉണ്ടായിരിക്കട്ടെ, ഒരു ജന്മം കാണാതെ പോയാൽ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുന്നവരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെ അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയെന്ന് ജന്മം കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിക്കുകയും എന്ന് പറയും. അങ്ങനെ തന്നെ മനസ്സാന്തരപ്പെടുന്നവർ ഭാവിയെക്കുറിച്ച് ദൈവദൂതന്മാരും സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതമായിരിക്കട്ടെ.
പരിശുദ്ധന്മാരെ
പുണ്യവാന്മാരിൽ വിശ്രമിക്കുന്നവനും സർവത്തിന്റെയും ദൈവവും സർവത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവായിരിക്കുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ തിരിഞ്ഞിരിക്കുന്ന ഈ ദാസനെ സ്വീകരിക്കണമേ. ഹൃദയപരമാവസ്ഥയോടും വെടിപ്പോടും വിശുദ്ധനാഥന്റെ കൂടാരത്തിൽ പാർക്കുവാൻ യോഗ്യനായി തീർന്ന ശബ്ദനെ പോലെയും മഹിഷ്കാരമെല്ലാം നിന്റെ തൃപ്തിക്കൊത്തവണ്ണം വികലതയില്ലാത്ത സത്യജീവിതത്തിൽ നിനക്ക് വിശകലമായ പ്രവർത്തനങ്ങളാൽ അടുത്തു വരുന്നതിന് യോഗ്യരാകണമേ. ദൈവനമ്പുരാനെ ഐശ്വര്യനെ നിനക്ക് പ്രയോജനമുള്ള നല്ല കാര്യക്കാരനായി തീരണമേ. എന്മൂലത്തിന്റെ ഒന്നിരുന്നാമെന്നും മദ്യപ്പെടുകയും ചെയ്യുമാറാകണമേ. സഭയുടെ സാക്ഷാൽ പ്രത്യാശയും വിശ്വാസികളുടെ സർവവും രക്ഷാത്മാവിയും ബന്ധവാദിക്കുന്നവരും തന്റെ പക്കൽ തിരിഞ്ഞു വരുന്ന വീക്ഷക്കാരെ സ്വീകരിക്കുന്നതിനുമായ ഞങ്ങളുടെ ഭർത്താവെ സൂക്ഷിയായി പരിണാമത്തിൽ തുറന്ന് വാതിൽ തുറന്നു കൊടുക്കണമേ. മുഖം പേറുവാൻ ഉണങ്ങി നിൽക്കുന്നവരെ സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി ഇവരിൽ വസിക്കണമേ. എന്റെ എല്ലാ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും മോചനം പ്രാപിക്കണമേ. ഇതിന്റെ ആട്ടിൻകൂട്ടത്തിൽ പിടിക്കപ്പെടുവാനാകണമേ. നിന്റെ ആളുകളെ നമ്മളെ കുഞ്ഞുങ്ങളായി തീരണമേ. നിന്റെ എല്ലാ വിശുദ്ധ ശിഷ്യന്മാരോടും ഒന്നിച്ചതിനെ നിന്റെ പിതാവിനെ വിശുദ്ധ റൂഹായി സ്വീകരിക്കണമേ. ദൈവത്തോട് ചേരുവാൻ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രത്യാശയാകുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തിൽ മധുരമാകുന്നു. നിന്റെ അത്ഭുതങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കും. ദൈവത്തോട് ചേരുവാൻ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രത്യാശയാകുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തിൽ മധുരമാകുന്നു. നിന്റെ അത്ഭുതങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കും. ദൈവത്തോട് ചേരുവാൻ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രത്യാശയാകുന്ന കർത്താവേ, നിന്റെ തിരുനാമം എനിക്ക് മധുരമാകുന്നു. നിന്റെ അത്ഭുതങ്ങളെ ഞാൻ പ്രസിദ്ധീകരിക്കും. ഞങ്ങളുടെ ഞങ്ങളുടെ രക്ഷകനും ഗുണപ്രവർത്തകനും മനുഷ്യരെ സ്നേഹിക്കുന്നവരും എല്ലാ മനുഷ്യരും രക്ഷിതനായ സത്യാഗ്രഹങ്ങളിലേക്ക് വരുന്നതിന് ആഗ്രഹിക്കുന്നവരുമായിരിക്കുന്ന ദൈവം തമ്പുരാനെ, നിന്റെ ലോകത്തിന്മേലുള്ള വേല കടന്നു വരുന്ന ഈ ദാസനെ കൈക്കൊള്ളണമേ. ഈ നിന്റെ മകനെ വാഴ്ത്തി പരിശുദ്ധാത്മാവിന്റെ കൃപ ഇവന് കൊടുക്കണമേ. സുഹൃത വസ്ത്രം ഇവനെ ധരിപ്പിക്കണമേ. വലത് നിന്റെ ആയുധങ്ങളിൽ ചേർത്ത് കൊടുക്കണമേ. ആകർഷയുടെ എല്ലാ അസ്ത്രങ്ങളെയും എതിർക്കുവാൻ നീ നിന്റെ മകനെ ശക്തീകരിക്കണമേ. സമാധാനത്തിനു ശേഷം ഒരുക്കമായി നിന്റെ പാദങ്ങളിൽ ചെൽപ്പിടിയണമേ.
ശക്തിയാൽ ഇവനെ അനുഗ്രഹിക്കണമേ. ഇവന്റെ ആത്മാവിനെ മാലിന്യം കൂടാതെ കാത്ത് ബഹുമാനിക്കണമേ. സഹിഷ്ണുതയുള്ള മനസ്സും സ്നേഹപരമായ ജീവിത അനുസരണവും ഇവന് നൽകണമേ. ഇവൻ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നും സ്തുതിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ലോകം നിർത്തിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന പഴയ മനുഷ്യനെ ഇഷ്ടാനുസരണം പുതുതായി തീരുന്ന വസ്ത്രങ്ങളെ സൃഷ്ടിക്കണമേ. ശുദ്ധമാണെന്ന് മാർഗത്തിൽ നീ ജീവിക്കാൻ തക്കവണ്ണം എല്ലാ ഹീന രോഗങ്ങൾക്കുമെതിരായി മനുഷ്യന്മായ ഉയർത്തിലെ ശക്തി ഉണ്ടാവട്ടെ.
മേലുള്ള ഉയരങ്ങളിൽ നിന്നിറങ്ങി വന്ന് വിനയദൃഷ്ടാന്തമായി മുദ്രയുടെ ധരിച്ച പ്രബലനായ കർത്താവിന്റെ സഹിഷ്ണുതയുടെ ലക്ഷ്യമായി വിനയം നിന്നെ ധരിപ്പിക്കട്ടെ. നിന്റെ വിശുദ്ധന്മാർക്കുന്നതുപോലെ വാടാത്ത കിരീടം താൻ നിന്റെ തലയിൽ ശക്തിയെ കർത്താവിനെ മഹത്വം ലഭിക്കട്ടെ. നിന്നോട്
അവരുടെ കൂട്ടത്തിൽ മനസ്സാക്കണമേ. ഇവന്റെ ജീവിതാന്ത്യം വരെ കെടില്ലാതാക്കണമേ. ഇവന്റെ സന്നദ്ധതയെ പരിപൂർണമാക്കണമേ. ഇവന് ലഭിച്ചാരുടെ ആകാശം കോട്ടം നൽകണമേ. നിന്നെ പ്രീതിപ്പെടുത്തി നിന്റെ എല്ലാ കൽപ്പനകളെയും കാത്തുകൊള്ളുവാൻ ഇവന് പ്രാർത്ഥന നൽകണമേ. നീ ഇവന് സഹായം രക്ഷകരമായിരിക്കണമേ. ധൈര്യവും ഉറപ്പും എല്ലാ വിഷയങ്ങളിലും സുസ്ഥിരതയും കൊടുക്കണമേ. ഇവൻ വൈരിയാൽ തോൽപ്പിക്കപ്പെടാത്തവനായി മാറണമേ. നിന്നിൽ നിന്നുള്ള അറിവാൽ ദൈവിക പ്രയത്നങ്ങളാലും സ്വർഗീയ ഉപദേശങ്ങളാലും ഈ നിരാശന്റെ ആത്മാവിനെ പോഷണമേ. നിന്റെ തിരുവിഷം പൂർണ്ണമായി നിറവേറ്റുന്നതിനായി ഇവനെ സഹായിക്കണമേ. നിന്റെ കൃപയും കരുണയും നിന്റെ മകന് നൽകണമേ. നിനക്കും നിന്റെ അവതാരത്തിന്റെ പരിശുദ്ധാത്മാവിനും എല്ലാ വായുകളിൽ നിന്നും നാവുകളിൽ നിന്നും സ്തുതിയും ബഹുമാനവും പോഷണത്തിനും സമർപ്പിതമായിരിക്കും. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിന്റെ മുൻപാകെ എന്റെ വിശുദ്ധ ഗുരുമാരുടെ മുമ്പിലും ഈ വിശുദ്ധ മുൻപാകെ മുൻപാകെ ദൈവിക ശുശ്രൂഷക്കാരായ സഹോദരഗണത്തിന്റെ മുമ്പിലും ചെയ്തിട്ടുള്ള ഉടമ്പടികൾ സമ്മതവും സുസ്ഥിരമാകുവാൻ തക്കവണ്ണം സ്നേഹത്തിന്റെയും വിശുദ്ധാത്മാവിന്റെയും ബന്ധനമായ വിശ്വാസത്താൽ കർത്തൃസമാധാനം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഈ സമാധാനം നമ്മുടെ ഇടയിൽ വസിക്കട്ടെ. നിന്റെ സ്നേഹങ്ങളിൽ സുസ്ഥിരമാകട്ടെ. എൻ്റെ കൃപ നമ്മുടെ വാഴുമാറാകട്ടെ. നമ്മുടെ ആയുഷ്കാലം മുതൽ എൻ്റെ കരുണയാൽ എല്ലാവരും എന്നും സംരക്ഷിക്കപ്പെടുമാറാകട്ടെ. പുതിയ ആത്മീയ വസ്ത്രങ്ങളെ ധരിപ്പിക്കണമേ. എൻ്റെ പാപങ്ങൾ
പാപങ്ങളെ മോചിച്ചുകൊണ്ട് പ്രസാദിക്കണമേ. എടുക്കണമേ. ഇവന്റെ സ്നേഹവുമായി ലഭിക്കണമേ. പാപലേശമില്ലാത്തതിന്റെ സ്നേഹത്തിന്റെ കടാത്തീരിൽ കത്തിക്കുമാറാകണമേ. നിന്റെ ജീവനാകുന്നതിൽ ഇവൻ ജീവിക്കണമേ. നിന്റെ സഹായം ലഭിക്കണമേ. നിന്റെ സത്യത്തിന്റെ സുവിശേഷത്തിലും പ്രാപ്തങ്ങളിലും ഇവനെ പരിപൂർണമാക്കണമേ. തുടരെയുള്ള ആരാധനകൾ നടത്തണമേ. ജീവകരമായ കൽപ്പനയായിരിക്കാൻ ഇവനെ ഒരുക്കണമേ. നിന്നോടുള്ള ഭക്തിയുള്ളവരെ നിറയ്ക്കണമേ. രാവണന്റെ ഓർമ്മയുള്ള ജാഗ്രതകൾ കൊടുക്കണമേ. ഇടതും വലത്തും ആയുധക്കാലിനെ വിലക്കാക്കണമേ. നമ്മുടെ പരിപാലകയാലിനെ രക്ഷിക്കണമേ. നീതിയിൽ ഇവന്റെ ആയുഷിനെയും സംയമനത്താൽ ഇവന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കാത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധമായ വസിപ്പിക്കണമേ. നിന്റെ ശക്തിയുടെ ക്ഷീണം തീർക്കണമേ. അനുഷ്ഠാനക്കാരിനെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ജീവിച്ചുകൊണ്ട് നിന്നെ പ്രസാദിപ്പിച്ച പരിശുദ്ധന്മാരോട് ചേർന്ന് യോഗ്യരായി തീരണമേ. നിന്റെ പരിശുദ്ധ സഹായിക്കും സ്ത്രീയും സമർപ്പിക്കുവാനായിട്ട് തന്നെ ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയോടെ ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. നിന്നോട് ഈ ദാസന്റെ വ്യത്യാസം കൂടാതെ തുടരാൻ ശക്തി നൽകണമേ. ലോകത്തിന്റെ ഭാര്യയെ പോലെ പുറകോട്ടുവൻ തിരിഞ്ഞു പോകരുത്. എന്നാലോ നിന്നെ പ്രതി ജീവിച്ചതിനെ ആശ്രയിക്കാതെ കൂടാതെ സദാ നിന്റെ സന്ദേശം നിൽക്കുമാറാകണമേ. നിന്റെ തന്റെ സ്വർഗീയ ഭാഗത്തിനും യോഗ്യനായി തീരണമേ. നിന്നോടുള്ള നല്ല സ്നേഹത്തിലും ഭക്തിയിലും നീ നിന്റെ മകനെ പൂർണ്ണനാക്കണമേ. ദുഷ്ടനോടെ നേരിടുന്നതിനും അവരെ ജ്വലിക്കുന്ന ഭക്ഷണങ്ങളെ പെടുത്തുന്നതിനും പ്രാപ്തനാകുവാൻ ആത്മീയമായ ആയുധങ്ങളാൽ നീ നിന്റെ ദാസനെ ബലവാനാക്കണമേ. ഈ നിന്റെ മകൻ നിനക്ക് വിശുദ്ധാലയവും വാത്സല്യമകനുമാകുവാൻ നിന്റെ പരിശുദ്ധാമദാനങ്ങളാൽ ഇവനെ അലങ്കരിക്കണമേ. ഇവന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇവനെ ചേർക്കണമേ. നിന്റെ സുസ്ഥിരവാക്കത്തെ പോലെ നിന്റെ നന്മകളിൽ ഇവനെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിരല്ലാവരും നിന്റെ പരിശുദ്ധാത്മാവിനും എന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കടം കേൾക്കണമേ. നിന്റെ കൽപ്പനപോലെ വിശുദ്ധമായി ജീവിക്കാൻ പൂർണ്ണഹൃദയത്തോടെ നേടുവാൻ സമാധാനമാർഗത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കണമേ. നിന്നെ സംബന്ധിച്ചിരിക്കുന്ന ഈ സന്തോഷത്തെ കൊടുക്കണമേ. ഏറ്റവും കൃപാലുവും നീ അന്യാകുന്നതിനും നിനക്ക് നിന്റെ പിതാവിനെ സഹായിക്കും. തുല്യം ബഹുമാനം അനുയോഗ്യമാകുന്നു. ശുശ്രൂഷയുടെ സമാപിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹമായ ശുശ്രൂഷകളോടും ഏറ്റവും സഹായമായിരുന്ന ഉള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു.
ബലം ലഭിച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റണം. എല്ലാ കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസ വാർത്തകൾ നിർത്തുന്നു. സമയമുണ്ട്. ഇന്ന് പ്രധാന സ്ഥാനത്തേക്ക് പ്രവേശിച്ച ബഹുമാനായ ബസലേൽ അറുവാച്ചിന് പ്രാർത്ഥനാപൂർവമായുള്ള ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ജന്മപ്രകാശം ഉൾപ്പെട്ട മാതൃ സെന്റ് തോമസ് ഇടവകയിൽ നിന്ന് ഒരു സന്യാസി ശേഷൻ ഒരു റോമാച്ചൻ ഉണ്ടാകും എന്നുള്ളതിൽ ഈ ഇടവകയുടെ സന്തോഷവും ഇടവകയുടെ പ്രാർത്ഥനാപൂർവമായ ആശംസകളും ഇടവകയ്ക്ക് വേണ്ടി, ഇടവകയിലെ എല്ലാ വൈദികർക്ക് വേണ്ടിയും എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇടവകയുടെ ചുമതലക്കാരുടെ നിലയിൽ ബഹുമാനായ ബസലേൽ അറുവാച്ചിന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മലങ്കര സഭയിൽ പക്ഷേ പേര് ഇനി പഠിച്ചു വരാൻ അല്പ സാവകാശം വേണ്ടി വരും. കാരണം ഈ ഒരു പേര് തിരഞ്ഞെടുത്തതിന് പിന്നിലും ബഹുമാനപ്പെട്ട അറുവാച്ചിനും അഭിനയിക്കും പ്രത്യേകമായ ഒരു ദർശനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വാക്കിന്റെ അർത്ഥമൊന്നുമല്ല, ഇൻ ദ ലൈറ്റ് ഓർ ഷാഡോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ നിഴൽ. അതുകൊണ്ട് പരിശുദ്ധ സഭയിൽ ഈ അറുവാച്ചൻ ദൈവത്തിന്റെ പ്രകാശമായി, ദൈവത്തിന്റെ നിഴലായി പ്രകാശിക്കുവാൻ അനേകരെ ദൈവരാജ്യത്തിലേക്ക് അനയിക്കത്തക്കവണ്ണം അറുവാച്ചന്റെ തുടർന്നുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ അതിന് മുഖാന്തരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അധിക സമയം ആശംസ വാക്കുകൾക്ക് സ്ഥാനമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ 1, 2, 3, 4 പേര് അതിനപ്പുറമായിട്ടില്ല. എന്നാൽ ഇടവകയുടെ സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയും അറുവാച്ചന് ഇടവകയുടേതായിട്ടുള്ള പാരിതോഷികം ഇടവകയ്ക്ക് വേണ്ടി ഇപ്പോഴെ ബഹുമാനായ ട്രസ്റ്റി സമ്മാനിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന മറ്റു വലിയ സമാജ അംഗങ്ങൾക്ക് വേണ്ടി, മറ്റു വലിയ സമാജ യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ സമാജത്തിന്റെ സെക്രട്ടറി ഷാനി ഇപ്പോഴെ അറുവാച്ചന് പാരിതോഷികം നൽകുന്നതായിരുന്നു. ഉള്ളന്നൂർ സെന്റ് ജോർജ് ഇടവകയ്ക്ക് വേണ്ടിയുള്ള പാരിതോഷികം ഇപ്പോഴ് ഉള്ളന്നൂർ സെന്റ് ജോർജ് ഇടവകയുടെ ട്രസ്റ്റി സമ്മാനിക്കുന്നതാണ്. ഉള്ളന്നൂർ സെന്റ് മേരീസ് ഇടവകയ്ക്ക് വേണ്ടിയുള്ള പാരിതോഷികം ഇടവകയ്ക്ക് വേണ്ടി അവരുടെ വികാരി സമർപ്പിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയുടേതായിട്ടുള്ള ഉപഹാരം ഇപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുന്നതാണ്. BOP വർഗീസ് ഇപ്പോൾ സെന്റ് മേരീസ് ഇടവകയ്ക്ക് വേണ്ടി ട്രസ്റ്റി ശ്രീ ബിജു ഷാമുവെ അറുവാച്ചന് ഉപകാരം സമർപ്പിക്കും. എൻ്റെ കയ്യിൽ കിട്ടിയ ഡിസ്റ്റൻസ് മാത്രമാണ് ഞാനത് അനൗൺസ് ചെയ്തത്. ഇനി ആരെങ്കിലും ഉപകാരം സമർപ്പിക്കുവാനായിട്ടുണ്ടെങ്കിൽ ദയചെയ്ത് എഴുന്നേറ്റ് വന്ന് ഉപകാരം സമർപ്പിക്കാവുന്നതാണ്. പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി ഉപകാരം സമർപ്പിക്കുന്നു. അറുവാച്ചൻ വികാരിയായിട്ടുള്ള
ബഹുമാന സെന്റ് ജോർജ് ഇടവകയ്ക്ക് വേണ്ടി ഇവിടെ ഉപകാരം സമർപ്പിച്ചിരിക്കുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ സഭയിലെ വൈദിക സെമിനാരി, കോട്ടയം വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന വൈദ്യനായ ഡോക്ടർ ഓത്തം സച്ചൻ ആശംസകൾ അർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സമയത്തിന്റെ പരിധി കണക്കിലെടുത്ത് അധികം വാക്കുകൾ ഉപയോഗിക്കാതെ അതിനായ പ്രഭാഷകൻ എൻ്റെ ആശംസകൾ അറിയിക്കട്ടെ. വൈദിക സെമിനാരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വൈദിക സെമിനാരിയെ കുറിച്ചുള്ള ചില ആശങ്ക അവിടെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ ഉടമസ്ഥരാണ്. അതുകൊണ്ട് സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി വൈദിക സെമിനാരിയിൽ പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചിന്ത ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓരോ ആഴ്ചയിലും ഒരു 3-4 പേരെങ്കിലും അവിവാഹിത ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ നടത്തിപ്പാടിനെ ഞങ്ങൾ കാണുന്നു. ആ കൂട്ടത്തിലാണ് വിൽസൺ വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയായി പഠിക്കാൻ വന്ന ഇന്ന് ബസലയിൽ ഇറങ്ങാനായി വഴിക്കപ്പെടുകയാണ്. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോഴേ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ആ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അന്നേ ഒരു പ്രഭാനാകാനുള്ള വരവ് അദ്ദേഹത്തിനുണ്ട്. കാരണം ഉറക്കം വരുമ്പോഴേ അദ്ദേഹം കിടക്കാറ്, അതുവരെ ഇരുന്ന് വായിക്കും. വൈദിക സെമിനാരിയിൽ നേരത്തെ കിടന്നില്ലെങ്കിൽ അവിടെ 4:30 മണിയാകുമ്പോൾ എഴുന്നേക്കണം. അവിടെ ദീർഘമായി വായിച്ചുകൊണ്ടിരുന്നാൽ പിന്നെയുള്ള പകൽ സമയങ്ങളിലൊക്കെ ക്ഷീണമുണ്ടാകും. അങ്ങനെ അദ്ദേഹം ക്ലാസ്സിലിരുന്ന് വല്ലപ്പോഴും ഉറങ്ങിയതിൻ്റെ രഹസ്യം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹവുമായി കുറച്ചുകൂടെ അടുക്കാൻ സാധിച്ചത് വൈദിക സെമിനാരിയുടെ അനുബന്ധ സ്ഥാപനമായ സോഫിയ സെന്ററിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഞാനും ആ കൂട്ടത്തിലാണ് താമസിച്ചത്. ആ സമയത്താണ് വളരെ ആഴമേറിയ സൗഹൃദം അദ്ദേഹവുമായിട്ടുണ്ടായി. രഹസ്യത്തിലും പരസ്യത്തിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. ഒരു അവിവാഹിത ജീവിതത്തിന് ചേർന്ന വ്യക്തിത്വമാണെന്ന എല്ലാ വിധത്തിലും ബോധ്യമായ ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. നന്നായി വായിക്കും, ഒത്തിരി പഠിക്കും, അനേക ബിരുദങ്ങളുണ്ട്, നല്ല വാഗ്മിയാണ്. അതിലൊക്കെ ആവശ്യമായി തോന്നിയത് മനുഷ്യരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനുമുള്ള നല്ല മനസ്സ്. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു സന്യാസ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ജീവിതമാണ് ഇതുവരെ നയിച്ചത്. അതുകൊണ്ടാണ് 38 വയസ്സേ അദ്ദേഹത്തിന് ആയുള്ളൂ. വൈദിക സെമിനാരിയിൽ ഇറങ്ങിയിട്ടും 9 വർഷമേ ആയുള്ളൂ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് ഒരു വലിയ ദൈവ നടത്തിപ്പായിട്ട് കാണുന്നു. അതേസമയം തന്നെ സിമിനിയൊക്കെ ആഘോഷിച്ചതുപോലെ ഈ സാമൻ ലോകത്തോട് ഇന്ന് മരിക്കുന്ന ദിവസമാണ്. ഈ ലോകത്തിൻ്റെ മോദങ്ങൾ, അനുമോദനം എന്നുള്ള വാക്കുപോലും ഇവിടെ ആരും ഉപയോഗിക്കരുത്. ഒരു സന്യാസത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, സാധാരണ മനുഷ്യരിൽ സന്യാസ മനസ്സുകളുണ്ട്. അധികാരത്തോട്, പണത്തോട്, ആഹാരത്തോട്, ലോകത്തോട് ഇമ്പമില്ലാത്ത സാധാരണ മനുഷ്യൻ. സന്യാസ വസ്ത്രം ധരിച്ചിട്ട് ലോകത്തോട് ഇമ്പമുള്ളവരുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു സന്യാസി എന്താണെന്നുള്ള അവരുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത്. പുറമെ ആർക്കും വിലയിരുത്താൻ ഒക്കുകയില്ല. അതുകൊണ്ട് അകമേ ലോകത്തോട് അകൽച്ച പാലിച്ചുകൊണ്ട്, പോപ്പുലാരിറ്റി ആഗ്രഹിക്കാതെ, സമ്പത്ത് ആഗ്രഹിക്കാതെ, പദവി ആഗ്രഹിക്കാതെ, ഏതെല്ലാം അർത്ഥത്തിൽ ഈ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ച് അറിയാം. കൂടെ ആവർത്തിച്ച പ്രാർത്ഥനയിലെല്ലാം ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനുള്ള ഒരു വലിയ ത്വര അവരെ കൊണ്ട് ഈ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ ഒക്കുമോ? ഞാൻ പ്രസംഗിച്ചങ്ങ് പോവുകയില്ലെങ്കിലും ഗാന്ധിജിയെ കുറിച്ച് കൊണ്ട് പറയുന്നത് അദ്ദേഹം ഇന്ത്യയെ പരിവർത്തിപ്പിക്കാൻ സാധിച്ചതിന് പുറകിൽ അദ്ദേഹം ഒരു നല്ല സന്യാസി കൂടിയായിരുന്നു. അദ്ദേഹം 29-ാമത്തെ വയസ്സിൽ
എൻ്റെ വിവാഹ ബന്ധവും ജീവിതവും അവസാനിപ്പിച്ചു. പരിവർത്തനത്തിന് വേണ്ടി മലങ്കര സഭയെ പരിവർത്തിപ്പിച്ചത് നല്ല സന്യാസിയായിരുന്നു. നല്ല സന്യാസിമാർക്ക് ലോകത്തെ പരിവർത്തിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ, സഭയെ പരിവർത്തിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ആ നിലയിൽ നല്ലൊരു ജീവിതം ഈ സന്യാസിയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്തഡോക്സ് വൈദിക സന്യാസി കുടുംബത്തിൻ്റെ എല്ലാ നല്ല ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ച് എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നു. ഇപ്പോൾ തുമ്പമൺ ഭദ്രാസനത്തിലേക്ക് ഭദ്രാസന പ്രതിനിധീകരിച്ചുകൊണ്ട് ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട KG മാത്യൂസ്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, പൗരസ്വഭാഷന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസിമാരെ, സിസ്റ്റേഴ്സ്, കൂടി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം, ഇന്ന് പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ബെസലേൽ പ്രകാശന് നാം പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് പിടിക്കുവാൻ ഈ കുരിശ് കൊടുത്തിരിക്കുകയാണ്. മസ്ലിംസായും 6 ചെറിയ കുരിശുകളും 12 ചെറിയ കുരിശുകളും ഒരു വലിയ കുരിശും ചേർന്ന് 13 കുരിശും അദ്ദേഹത്തിന്റെ ശിരസിനെ അണിയിച്ചിരിക്കുകയാണ്. ബഹുമാനായ ഓത്തോമസ് അച്ഛൻ ഓർപ്പിച്ചതുപോലെ ലൗകികമായ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ദൈവികമായ അനുഭവങ്ങളിലേക്കുള്ള പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് ബെസലേൽ പ്രകാശൻ പ്രവേശിച്ചിരിക്കുന്നു. ഈ സ്ഥാനത്തിന് അനുയോജ്യമായ വിധത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആയിത്തീരുവാനും ദൈവം ഇടയാക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതായ സ്വതസിദ്ധമായ കഴിവുകൾ നന്നായി എഴുതുവാനും അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ വിശകലനം ചെയ്യുവാനും ഒക്കെ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പ്രാർത്ഥനാപൂർവ്വം അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ കർമ്മനിരതനായിരുന്നുകൊണ്ട് നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് ഇടയാക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന കൗൺസിലിന്റെയും എല്ലാ വൈദികരുടെയും പേരിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യും. ഭദ്രാസനത്തിന് വേണ്ടി ഭദ്രാസന സെക്രട്ടറി ബഹുമാനായ തോമസ് ദൈവത്തിന്റെ തിരുനാമത്തിലൂടെ അഭിനന്ദനാഥന്മാരെ, സഹോദരങ്ങളെ, പതിയാർപ്പിക്കുന്ന ദൈവജനങ്ങളെ, വളരെ സമർപ്പിതമായ ശുശ്രൂഷയിലൂടെ ബെസലേൽ പ്രകാശനും അതോടൊപ്പം നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിനായി ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു പൗരോഹിത്യം തന്റെ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്ന ദൈവസന്നിധിയും താഴ്വയും അവനിലെ ഉയർത്തും. ഞാൻ പ്രകാശനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ പിസൻ വേട്ടുപുറത്തിൽ വർഗീസാറിനെ ഓർക്കുകയും അതുപോലെ ശുശ്രൂഷകനായി അതിരാവിലെ ഒരു 6 മണിയാകുമ്പോൾ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ദേവാലയത്തിൽ മുഴുവൻ കാര്യങ്ങൾ വ്യാപൃതരാകുന്ന വലിയ വർഗീസ അദ്ദേഹത്തിൻ്റെ വെറുതെ തൂങ്ങി ഒരു 6 വയസ്സുകാരൻ ഈ ദേവാലയത്തിലേക്ക് വരുന്നത് എൻ്റെ ഇവിടുത്തെ പൗരത്വ ശുശ്രൂഷാകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേ അദ്ദേഹത്തിന് വിളങ്ങുന്ന ദൈവചൈതന്യം ദർശിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് പറയുമായിരുന്നു ദൈവത്തിൻ്റെ സമർപ്പിതനായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമാണ് ഏറെ ബന്ധങ്ങൾ അദ്ദേഹത്തോട് പുലർത്തിയിട്ടുള്ള അദ്ദേഹത്തിൽ സ്വാഭാവികമായി അനുഭവത്തിരിക്കുന്ന എല്ലാ കുറവുകളും ദൈവത്തിന് ലഭിച്ച ചൈതന്യങ്ങളും ഈ സമർപ്പണ ശുശ്രൂഷയിൽ ഏറെ പ്രയോജനപ്പെടട്ടെ എന്ന പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവസത്യങ്ങളെ നമുക്കറിയാം. താഴ്മ ഭരിച്ച് ത്യാഗം ഭരിച്ച് ദൈവപ്രഭാകസനം. എനിക്കൊരു സങ്കടമുണ്ട്. ദേവാലയത്തിൽ മാത്രം നടത്തപ്പെട്ടിരുന്ന വളരെ ലളിതമായി വളരെ പവിത്രമായി നടത്തുന്ന ശുശ്രൂഷ നമുക്ക് കാണുവാൻ കൊള്ളാം. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ സമർപ്പിച്ചൽ പിതാക്കന്മാരെ നന്ദി പ്രത്യേകമായി അറിയിക്കുന്നതോടൊപ്പം ദേവാലയത്തിന് പുറത്തുള്ള ആവിഷ്കാരങ്ങൾ ഒരിക്കലും ഈ ചടങ്ങിന് യോജിച്ചതല്ലാത്തതായി പോയി. സങ്കടത്തിൻ്റെ മനസ്സുള്ള പ്ലേസുകളും വാനറുകളും അമിതമായി പോയി. അത് ഈ വലിയ തലത്തിൽ ഈ ശുശ്രൂഷയെ
ധന്യമല്ല എന്നുള്ളത് ഓർമ്മിച്ച് മാത്രമേ ഉള്ളൂ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ നിർവാചനം കാണുകയും 2 കരകൾ വെച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നെ പ്രത്യേക ചുമതലപ്പെടുത്തി അനുഗ്രഹിച്ച് അനുസരിച്ച് തിരുവനന്തപുരത്തിൻ്റെയും വലിയ സഹോദരങ്ങളുടെ മുന്നിലായിട്ടും ഞങ്ങൾ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും പേരിലുള്ള എല്ലാവിധമായ ആദരവും ബഹുമാനവും നിർവാചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ മംഗല ഓർത്തഡോക്സ് സഭയുടെ വൈദിക സംഘത്തിന് വേണ്ടിയിട്ട് വൈദിക സംഘം ജനറൽ സെക്രട്ടറി ബഹുമാനനായ തോമസ് അമേസ്. ദിവസം പരിശുദ്ധ സഭയുടെ സന്യാസി നാട്ടിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായിരിക്കുന്ന പ്രവാചകൻ പ്രധാന സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരെ അത്രയും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. 44 വയസ്സുകാരനായി എനിക്ക് ഒരു പ്രവാചകൻ ശിഷ്യനാണ് എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണെങ്കിലും അത് അഭിമാനമാണ്. കാരണം അത് അപൂർവവുമാണ്. അവസരത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഈ ചെറുപ്രായത്തിൽ സഭയുടെ ഉത്തമമായ സന്യാസ പരമ്പരയിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ളത് മലങ്കരയിലെ വൈദിക സമൂഹത്തിന് ഏറെ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിന് അദ്ദേഹത്തോട് കടപ്പാടുകളുണ്ട്. ഈ വൈദിക സംഘത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായി സുദീർഘ കാലഘട്ടം പ്രിയപ്പെട്ട അർബാച്ചൻ പ്രവർത്തിച്ചത് നന്ദി ഓർക്കുന്നു. പുരോഹിതൻ മാസികയുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി പ്രിയ അർബാച്ചന്റെ അസീമമായ യത്നം ഉണ്ടായതും നന്ദിപൂർവ്വം കൃതജ്ഞതാപൂർവ്വം സ്മരിക്കും. അത്തരത്തിൽ അഖിലമലങ്കര വൈദിക സംഘത്തിന്റെ പ്രവർത്തന ഘടകങ്ങളിൽ പ്രിയപ്പെട്ട അർബാച്ചൻ ഏറെ ശ്രദ്ധേയമായ സാന്നിധ്യം നൽകിയതും നന്ദിപൂർവ്വം ഓർക്കുന്നു. മലങ്കര സഭയിലെ സ്വദേശത്തും വിദേശത്തുമായി പഠനം നടക്കുന്ന എല്ലാ വൈദികരുടെയും പ്രതിനിധിയായതുകൊണ്ട് ഇന്ന ദിവസം അനുഗ്രഹീതനായ സന്യാസിയാകുവാൻ പരിശുദ്ധ രൂപയുടെ നിർവഹണവും വെളിയിൽ നിയമം ലഭിച്ച അനുഗ്രഹീത സിംഹാസനം എല്ലാവരും ആശംസകളും സമർപ്പിച്ച് വാക്കുകൾ. നമ്മുടെ പന്തളം സമയ പ്രദേശങ്ങളായി പ്രവർത്തിക്കുന്ന വൈദിക കൂട്ടായ്മയുടെ ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് വൈദിക കൂട്ടായ്മയിൽ നേരിട്ട് നമ്മുടെ ഡോക്ടർ നയനാരി ജോർജ്. വൈദിക സ്ഥാനികളായിരിക്കുന്ന സഹോദര വൈദിക സൃഷ്ടി സന്നിധിയിലായിരിക്കുന്ന ദൈവം ഏറ്റവും ധന്യമായിട്ടുള്ള ചില നിമിഷങ്ങൾക്കാണ് നമ്മളുടെ സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ സഹോദരൻ പന്തളത്തും പരിസര പ്രദേശങ്ങളിലുള്ള ഒരു വൈദിക കൂട്ടായ്മ വൈത്തോ എന്നാണ് കുടുംബ കൂട്ടായ്മയായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. 2 അഭിയോഗ്യ പിതാക്കന്മാരുണ്ട്. രക്ഷാധികാരികളാണ്. ഇന്ന് റെസിഡൻഷ്യൽ പ്രഭാഷണം ഉൾപ്പെടെ 3 പേർ അഭിയോഗ്യരായ ജോസഫ് പ്രഭാഷന് കുഴിക്കാട്ട് 2 പ്രഭാഷണം 3ാമത്തെ പ്രഭാഷനായിട്ട് വിളിച്ചിരിക്കുകയാണ്. 3 കോർപ്പിസ്കോപ്പമാർ അതുപോലെ കല്ലിതൽ കോർപ്പിസ്കോപ്പായും ഫിലിപ്പ് കോർപ്പിസ്കോപ്പായും ഏകദേശം 33 വൈദിക സ്ഥാനികൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദരൻ ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഏറെ സന്തോഷമാണ്. ഏറെ അന്വർത്ഥമായിട്ടുള്ളൊരു ജീവിതമാണ്. ഇസ്രായേലിലെ ഗ്രിഗോറിയോസ് പറയുന്നുണ്ട്, വൈദിക സ്ഥാനികൾ അവരുടെ ലൈഫ് ഇല്യൂമിനേറ്റഡ് ആയിരിക്കണം, അത് ശോഭിക്കുന്നതായിരിക്കണം, ജ്വലിക്കുന്നതായിരിക്കണം. ആ പേര് തന്നെ എന്നോട് അർത്ഥമാക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം കൊണ്ട് ഏകദേശം 1.5 ഡസനോളം ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ധന്യമായ വിനയ ജീവിതം അത് എല്ലാവരും ആകർഷിക്കുന്നതാണ്. വിശുദ്ധ ജീവിതം അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും തിളങ്ങുന്നതാണ്. ഈ നിലയിലൊക്കെ ധന്യമായ ജീവിതം നയിക്കാൻ തക്കോളം അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ സഹാവൈദിക നിലയിൽ ഞങ്ങൾക്കുള്ളത്. ഈ ഇടവകയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോഴാണ് അദ്ദേഹം കശീശ സ്ഥാനത്തേക്ക് അഭിനന്ദന പിതാവിനാൽ ഉയർത്തപ്പെടുന്നത്. ആ പടിപടിയായിട്ട് കൂടുതൽ യുവാക്കളോടും ദൈവത്തിന് മനുഷ്യനും യോഗ്യമായ വിധത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവത്തിന് അനുഗ്രഹീതമായി അദ്ദേഹത്തെ വളർത്തത്തെ ഉയർത്തത്തെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥാനത്തിന് ശേഷം അദ്ദേഹം അനുഷ്ഠിക്കുന്ന ഞായറാഴ്ചത്തെ കുർബാന താബോറിന്റെ പെരുന്നാൾ ദിനമാണ്. താബോർ അനുഗ്രഹീതമായ തേജസ്സിന്റെ പെരുന്നാളാണ്. ആ തേജസ്സിന്റെ പെരുന്നാളിലൂടെ കൂടുതൽ തേജസ്കരിക്കപ്പെടുവാനോളം ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിസരപ്രദേശത്തുള്ള ഓർത്തഡോക്സ് ക്രൈസ്തവ വൈദിക കൂട്ടായ്മയാവുന്ന ബൈത്തുകളുടെ സ്നേഹോപകാരം ഞങ്ങളുടെ സീനിയർ ഉപദേഷ്ടാവ് അതിനായ ജോൺ ഡാനിയൽ കോർപ്പിസ് ഇപ്പോൾ അഭ്യുന്നതനായ പ്രഭാഷണ കൈമാറും. നമ്മുടെ പത്തനംതിട്ട കാതോലിക്ക കോളേജ് പ്രിൻസിപ്പൽ ബഹുമാന്യനായ മാത്യു പി ജോസഫ്. അഭിനന്ദനായ തുമ്പോൾ മുദ്രാസന കഥാപ്രകൃത അഭിനന്ദനായ സംഗീതരായിരിക്കുന്ന അവധിയായ പ്രൊഫസർമാരെ ശ്രേഷ്ഠരെ അതുപോലെ സിസ്റ്റേഴ്സ് ഇവിടെ സംഗീതരായിരിക്കുന്ന ബഹുമാന്യരെ സ്നേഹിതരെ സഹോദരന്മാരെ, ഇന്ന് റംബാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ബസുലെ പ്രഭാഷന് കാതോലിക്ക കോളേജ് കുടുംബത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. പ്രഭാഷനെ 5 വർഷം കാതോലിക്ക കോളേജിൽ പഠിപ്പിക്കുവാനുള്ളതായ വിദ്യയോട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ധന്യമായി കരുതുന്നു. അഭിനന്ദനായ ഔസേബിയോസ് തിരുമേനിയാണ് വിൽസൺ മാത്യു എന്ന പേരിൽ എന്നെ ബഹുമാനപ്പെട്ട പ്രഭാഷനെ പരിചയപ്പെടുത്തുന്നത്. ഞാനാണ് ഹോസ്റ്റലിൽ താമസിപ്പിച്ചിരിക്കുന്നത്. മിടുക്കനായ അമ്മയക്കാരനായി തിരിച്ചു തരണം. Get himself involved in all activities of the enthusiasm and see that he comes out with fine and bright colors. Let him come out with fine and bright colors. എന്ന് അഭിനന്ദനത്തിന് വേണ്ടി സൂചിപ്പിച്ചു. കോളേജിലെ ബിയും MAയും ഒക്കെ ശ്രേഷ്ഠമായി പഠിച്ച് ഇറങ്ങി. അതിനുശേഷം വലിയ വൃത്തിയിലേക്കും അതോടൊപ്പം തന്നെ MA സോഷ്യോളജി 3 MA പ്രഭാഷണങ്ങളുണ്ട്. ആ രീതിയിൽ വളരെ ശ്രേഷ്ഠമായിട്ട് യേശുവിലും പിതാക്കന്മാരോടൊപ്പവും ഒക്കെ ശുശ്രൂഷിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പഠിച്ചു കൊണ്ടുവരുന്നതിനും ഇപ്പോഴും നല്ലതുപോലെ വായിക്കും, നല്ലതുപോലെ പ്രഭാഷണം നടത്തും. ആ രീതിയിൽ പ്രഭാഷന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കാതോലിക്ക കോളേജ് കുടുംബത്തിന്റെ സന്തോഷം ഈ അവസരത്തിൽ അർപ്പിക്കുകയും നിയോഗത്തോടുകൂടി ശ്രേഷ്ഠമായി പ്രാർത്ഥനപൂർവ്വം മുന്നേറുവാൻ ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആവശ്യമൊന്നുമില്ല. ഈ മാനവമായ ശുശ്രൂഷയിലൂടെ ആശംസകളും പ്രാർത്ഥനകളും ലഭിക്കുകയാണ്. ആവശ്യമായിട്ട് ദൈവം പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറുപടി പറയുന്നതായിരിക്കും. ഈ ഇടവകയെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇടവക എനിക്ക് ഒത്തിരിയേറെ ബന്ധമുള്ളതാണ്. മുമ്പോട്ട് ഗുജറാത്തിലായിരുന്നു. ഇപ്പോഴ് ഇന്നലെ ഈ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം എൻ്റെ മാതൃടവകയായ മണ്ണൂർ സ്കൂളിൽ നടത്തി. അതും അനുഗ്രഹമായിരുന്നു. ബഹുമാനപ്പെട്ട സ്വാമിയായി മറ്റ് എല്ലാ വൈദികരും സാന്നിധ്യം, സിസ്റ്റേഴ്സ്, എല്ലാ വിശ്വാസികളും എല്ലാവരും കൂടി ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. ഇടവകയെല്ലാവരെയും ചോദിക്കുന്നത് ഏറ്റവും അവരെല്ലാവരെയും ഞാൻ അനുമോദിക്കാം. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്പോൾ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന മുളപ്പന പള്ളിയിൽ സെൻറ് മേരീസ് പള്ളിക്കാരൻ കൊച്ചുപള്ളിയാണ്. മനസ്സിനുള്ളിൽ പള്ളിയാണ്. 8 വർഷമായിട്ട് അച്ഛൻ അവിടുത്തെ വികാരിയാണ്. അവർ ഒത്തിരിയേറെ അച്ഛന് വേണ്ടി എല്ലാ സഹായ ശ്രമവും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോട് കഴിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഇവിടെ വന്യ അർബാച്ചൻ മറുപടി നൽകുമ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാരണത്വം വഹിച്ച നമ്മുടെ അഭിനന്ദനായ ക്രിയാക്കോസ്മോടും അഭിനന്ദ സെക്രട്ടറിയോടും അഭിനന്ദനോടുള്ളതായ പ്രത്യേക ഭക്തി ആദരവുകൾ ഇടവയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ ഗായകസംഘമായ ഇടവകയിലെ തന്നെ കുഞ്ഞുങ്ങളാണ് ഈ പാട്ടുകളൊക്കെ ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട യുവജീച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട അരൻ, അതുപോലെ തന്നെ നിരൂപണത്തിലുള്ള ഗായകസംഘമാണ്.
അവരോട് നന്ദി അറിയിക്കുന്നു. അവരുടെ കാര്യങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അവരുടെ വൈദികർക്കും പ്രവാചകന്മാർക്കും സിസ്റ്റേഴ്സിനും പാരിഷ് ഹോളിൽ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഉപദേശിക്കാനായിരുന്ന കാര്യം അറിയിക്കും. അദ്ദേഹത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു മതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം എന്ന അവസരത്തെ നന്ദിയോടെ നൽകുകയാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും വലിയ കരുണയും ആർദ്രതയും നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്നതുകൊണ്ട് ജീവിച്ച ദൈവത്തെ സ്മരിക്കുവാനും നമ്മളോട് അവനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയ്ക്കും സാഹചര്യത്തിനുമായിട്ട് ദൈവം നടത്തിയ വഴികളെ ഓരോന്നും പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൊടുക്കുക. നയിച്ചുവിട്ട എല്ലാ പിതാക്കന്മാരെയും പ്രാർത്ഥനയോടെ ഓർക്കുക. എന്നെ സെമിനാരിയിലേക്കുള്ള അഭിനന്ദനം പാകിസ്ഥാനായ ഫിലിപ്പോസ്മായ സേവിയസിനെ അനുസരിക്കുന്നു. എനിക്ക് മാമോദീസ നൽകിയ കാലാന്തരത്തിൽ വികാരിമാരായിരുന്നവർ ആത്മീയ നാഥന്മാർ എല്ലാവരെയും അനുസരിക്കുന്നു. പിതൃതുല്യമായ ഒരു തുല്യകാരികളെ സ്നേഹിക്കുന്ന അഭിനയ ഡിയാഗോസ്മാരുടെ സ്നേഹത്തെയും വാത്സല്യത്തെയും നോക്കുന്നു. സമാസഭയിൽ വൈദികതയിൽ ഇപ്പോൾ ഈ മതകടമയിലേക്കൊക്കെ ഘട്ടഘട്ടമായി നയിച്ച് ഇവരുടെ തിരുത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്നേഹിക്കുന്ന അഭിനയതാപാദത്തിന് ആദരവോട് അർപ്പിക്കുന്നു. അഭിനയ അന്തോനിയോസിനോട് വലിയ ചില കാലത്ത് തന്നെ വലിയ അടുപ്പമാണ്. നിഷ്കളങ്കമായ പ്രാർത്ഥനയും സ്നേഹവും ഇന്ന് വരുവാൻ കാണിച്ച സന്മനസ്സും പ്രാർത്ഥനയോടെ കൊടുക്കുന്നു. അഭിനയ വിദ്യാഭ്യാസ ദീപോത്സവത്തിൽ ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് ഞങ്ങളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള വലിയ പിതാവാണ്. അഭിനയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനകളും നന്ദികളും അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരും പ്രവാസിമാർ ഓർപ്പിസ്തോപ്പന്മാർ ശമാസന്മാർ സുനാനി വിദ്യാർത്ഥികൾ വൈദികങ്ങളോടൊക്കെ ആദരവോടും കടപ്പാടും പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. എൻ്റെ മുൻകാര്യന്മാരായി എന്നെ അനുഗ്രഹിച്ച എല്ലാ പിതാക്കന്മാരെയും പ്രാർത്ഥനയോടുകൂടി ഓർക്കുകയാണ്. ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകിച്ച് ഇടവകയുടെ വികാരി മതിനായ മാതൃകവിശ്വസിന് സഭവികാരി ജോജീസിന് വളരെ ആദരവോടും ഭക്തിയും വലിയ പിതാക്കന്മാരുടെ പാദത്തിൽ അർപ്പിക്കുകയാണ്. ഇടവക പട്ടക്കാരായ ഓർപ്പിസ്തോപ്പന്മാർ എനിക്ക് ബന്ധുതുല്യരാണ്. അവരോടുള്ള ആദരവുകൾ ഒറ്റവാക്കിൽ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന ബന്ധുമിത്രാദികളായ സ്നേഹിതരായി വന്നവർ, ഞാൻ ശുശ്രൂഷ അനുസരിച്ച ദേവാലയങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, എൻ്റെ പരിചിതരായിട്ട് വന്നിട്ടുള്ളവർ, എൻ്റെ ഗുരുക്കന്മാർ, പ്രത്യേകിച്ച് സെമിനാരിയിലെ എൻ്റെ പ്രിൻസിപ്പൾ മതിയായ തോമസ്, വൈദിക സംഘത്തിൻ്റെ പ്രതിനിധിയായി എൻ്റെ പിതാവ് മതിയായ അമീലിസ്, എൻ്റെ കുടുംബാംഗം കൂടിയായിരിക്കുന്ന പിതാവിൻ്റെ മതിയായ ശ്രീ ജോസഫ് പ്രഭാസൻ, എല്ലാവരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് പേരോട് സ്നേഹവും കടപ്പാടും ഒക്കെയുണ്ട്, താല്പര്യവും നന്ദിയുമുണ്ട്. ഉയർച്ചയും താഴ്ചയും സ്നേഹിച്ചവരുണ്ട്. അതൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് ഫലിപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവരുടെ പിതാക്കന്മാരെ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ അത് ശോഭയുള്ള അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം തിരുസഭയുടെ പരിശുദ്ധ സഭയുടെ ഉന്നതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവം തമ്മിൽ ആർക്കും അടക്കാറുണ്ട്. ദൈവത്തിന് നന്മയുണ്ട്, ധർമ്മമുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് താമസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആ പാപങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എനിക്ക് ചെറുപ്രായത്തിൽ പിതാക്കന്മാർ ഈ ഒരു ഉന്നത പദവി നൽകുകയും എൻ്റെ സഭയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, പിതാക്കന്മാരോട് കടപ്പാടുണ്ട്. ആ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സഭാംഗങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണം. പ്രത്യേകിച്ച് പേര് പറയാൻ വിട്ടുകൊണ്ടുള്ളത് അവര് എൻ്റെ പ്രാർത്ഥനയായിട്ട് തന്നെ കണക്കാക്കുക. എൻ്റെ പൂർവ്വപിതാക്കന്മാർ വലിയ പ്രശ്നം മരിച്ചുപോയ പ്രശ്നമുണ്ട്. മരിച്ചുപോയ പിതാവ് ഞാൻ സ്വീകരിക്കുന്നു. പിന്നെ തുല്യരായ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സങ്കേതപ്പെടുന്നു. എല്ലാവരെയും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, ഒരുപാട് കഷ്ടപ്പെട്ടവർ, ഉറപ്പിച്ചവരുണ്ട്, ഇതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരുണ്ട്. അവരുടെയൊക്കെ മുഖം വിശുദ്ധ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. സഹപാഠികളായ വൈദിക സന്നാനി വ്യാഖ്യാനം പ്രസന്റ് ചെയ്ത് കടമറ്റ പള്ളിയുടെ ബഹുമാനപ്പെട്ട റംബാച്ചൻ 2004-2009 ബാച്ചിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാത്സല്യത്തോടെ കാണുകയും ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് മാറ്റപ്പെട്ടതായ റംബാച്ചൻ്റെ ഈ ഉയർന്ന പദവിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതോടൊപ്പം ദൈവത്തോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയുടെ എല്ലാവിധ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും റംബാച്ചൻ്റെ പ്രവർത്തനങ്ങളായി തീരുവാൻ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ സുഹൃത്തുക്കളുടേതായ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ആഘോഷം. ഞങ്ങളുടെ ബാച്ചിൻ്റെതായ സ്നേഹിതരുടെ മുന്നിൽ സ്നേഹത്തോടെ ഒരു ഉപകാരം ഈ അവസരത്തിൽ സമർപ്പിച്ചു. നടത്തിയിട്ടുണ്ട്. ഒരു അവസാനപ്പോൾ പ്രിയമുള്ള വൈദിക ശ്രേഷ്ഠ റംബാച്ചന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. അച്ഛൻ എന്നുള്ള നിലയിൽ ദീർഘകാലം എനിക്ക് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് മുൻപത്തെ പോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നൽകുന്നു.